എന്നും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ പാവം വാഷിംഗ് മെഷീനെ നമുക്കൊന്ന് കുളിപ്പിക്കണ്ടേ? നമുക്ക് എങ്ങനെ വാഷിംഗ് മെഷീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. സോ അതിനാദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിലൊരു ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ആ ഫിൽറ്റർ നമുക്കൊരു കോയിൻ ഇട്ടിട്ട് അത് തുറക്കാൻ പറ്റും. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയ ഒരു ഫിൽറ്റർ പോർഷൻ ഉണ്ട്, വിച്ച് നമ്മൾ ആദ്യം ട്രേ അടിയിൽ വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊന്ന് വെള്ളം പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഫിൽറ്റർ പോർഷൻ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് പുറത്തോട്ട് എടുത്തു കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ചെളിയൊക്കെ കാണാൻ പറ്റും. എൻ്റെ കണ്ടോ, ഈ ഒരു പേപ്പർ കഷ്ണം, പിന്നെ കുറേ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് പിന്നെ വീണ്ടും തിരിച്ച് ഫിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡ്രമ്മിൻ്റെ അകത്തോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് അത് നന്നായിട്ടൊന്ന് കറക്കി കൊടുത്ത് സോഫ്റ്റ്നർ ഏരിയയിൽ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് ഏറ്റവും ഹോട്ടസ്റ്റ് സെറ്റിങ്ങിൽ നമ്മളിത് ഓടിക്കണം. അത് കഴിയുമ്പോഴത്തേനും പിന്നെ ഇതിൻ്റെ അകവും പുറമൊക്കെ ഒന്ന് തുടച്ച് അതിൻ്റെ ആ ഒരു റിമ്മിൻ്റെ ഏരിയയും വാഷറിൻ്റെ ഏരിയയൊക്കെ ഒന്ന് തുടച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഡീപ്പ് ക്ലീൻ കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ മറക്കണ്ട. വാഷിംഗ് മെഷീൻ്റെ ഹൈജീനും അതുപോലെ ഇത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും.